എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച ചന്ദ്രികയിലെ അലിയുന്ന ചന്ദ്രകാന്തം എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്, അതായത് സെക്കൻഡ് BGM ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇടയ്ക്കുള്ള പല്ലവി ഒരു പ്രാവശ്യം പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൂപ്പ് വയലിൻ തന്നെയാണ് അതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ നിൻമിഴിയിലലിയുന്ന ജീവമേഘം വൺ ഗാദ പ വൺ പ സദ വൺ പനിദ വൺ പദ സഗ. ആദ്യം വയലിൻ അത്രയും വരും, ഒരു ബീറ്റ് കഴിഞ്ഞിട്ടാണ് വൺ ഗാദ പ വൺ പ സദ വൺ പനിദ, വലിയ നീ ചേർത്തുണ്ട്, വൺ പദ സഗ. ഒന്നിട്ട് പറയാം, വൺ ഗാദ പ വൺ പ സദ വൺ പനിദ വൺ പദ സഗ. അത് കഴിഞ്ഞ് കണ്ടിന്യൂഷനായിട്ട് വയലിൻ മോളിൽ അങ്ങനെ 8 തവണ വരും, 8 ബാർ. ഹൈയിലാണ്, ഹൈയിൽ പാടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ താഴെ പാടിയത്. അപ്പോൾ വയലിൻ ഫുൾ പറയാം. വൺ ഗാദ പ വൺ പ സദ വൺ പനിദ വൺ പദ സഗ പ 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 അതിന് 8 തവണ പപ്പ തന്നെ മോളിൽ വരും. അതിൻ്റെ മുകളിൽ ഫ്ലൂട്ടും ഡബിൾ ബാസും കൂടി ചെറിയ ഗ വരും. ഓരോ പപ്പയ്ക്കും ഓരോ നോട്ടിൽ മാറി വരും. 3 2 3 4, ചെറിയ ഗ 2 3 4, പിന്നെ വലിയ ഗ, പിന്നെ മ ശുദ്ധ മധ്യമം മ, പിന്നെ സാ, പിന്നെ നീ വലിയ നീ ധാ പാ. 8 പപ്പയുടെ കൂടെ ഇങ്ങനെ ഓരോ നോട്ടുകൾ ഫ്ലൂട്ടും ഡബിൾ ബാസും ചേർന്നിട്ട് രീ ഗ മ സാ നീ ധാ പാ. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബാസ് മാത്രം സാ ദ പ ഗ സാ ഗ പ. അവിടെ ഡബിൾ ബാസ് മാത്രം, വലിയ ബേസ് വയലിൻ സാ ദ പ ഗ സാ ഗ പ. അപ്പോൾ ഞാൻ മൊത്തം ഡബിൾ വയലിൻ്റെ ആദ്യത്തെ ഒരു പീസും പിന്നെ അതിനോട് ചേർന്ന ഡബിൾ ബാസും ഫ്ലൂട്ട് കൂടി ചേർന്നതും പിന്നെ ഡബിൾ ബാസ് ഒറ്റയ്ക്കുള്ളത് ഒരുമിച്ച് പറയാം. വൺ ഗാദ പ വൺ പ സദ വൺ പനിദ വൺ പദ സഗ സദ ഗ രീ ഗ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ സദ പ. അപ്പോൾ വയലിൻ 1 2 3 4 ബാർ കഴിയുമ്പോൾ ഡബിൾ ബാസ് സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. വൺ ഗദ പ വൺ പ സദ വൺ പനിദ വൺ പദ സ ഗ സദ പ. പിന്നെയാണ് ഫ്ലൂട്ടും ഡബിൾ ബാസും കൂടി ചേർന്ന് വരണത്. രീ ചെറിയ ഗ വലിയ ഗ മ സാ നീ ധാ പാ സാ ധാ പാ ഗ സാ ഗ പ.
അവസാനത്തെ സ ദ പ ഗ സ ഗ പ എന്ന് വായിക്കുന്നതിൻ്റെ മുകളിൽ അക്കോർഡിയൻ ദ പ ദ പ ദ പ ദ പ ദ പ ദ പ ദ പ ദ പ സ ദ പ അത്രയും അക്കോർഡിയൻ വരും. ദ പ ദ പ ദ പ ദ പ ദ പ ദ പ ദ പ ദ പ സ ധ പ. അപ്പോൾ ഇത്രയും പീസുകൾ ആണ്. ആദ്യം വയലിൻ വരും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഡബിൾ ബാസ് വരും, പിന്നെ വയലിനും ഡബിൾ ബാസും ഫ്ലൂട്ടും കൂടി ചേർന്ന് ഒരു 8 ബാർ വരും. അവസാനം അക്കോർഡിയനും ഡബിൾ ബാസും കൂടി ചേർന്ന് ഒരു 4 ബാറും കൂടി വരും. അപ്പോൾ കട്ട് ചെയ്യാതെ ഞാൻ മൊത്തം പറയാം. 1 ഗ ദ പ 1 പ സ ദ 1 പ നി ദ 1 പ ദ സ ഗ സ ദ പ re ga ga ma sa ni da pa 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 sa da pa. ഇത്രയും വരും മൊത്തം മ്യൂസിക്. അത് കഴിഞ്ഞാൽ ചരണം അതായത് അനുപല്ലവി നമ്മൾ പഠിച്ചു, അതേ സ്വരങ്ങൾ തന്നെയാണ് ചരണത്തിനും വായിക്കുന്നത്. അപ്പോൾ ചരണം ഞാൻ ഒന്ന് വായിക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എങ്കിൽ കൂടി ഒന്നുകൂടി വായിക്കാം. ഇപ്പോൾ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവും അവസാനത്തെ പല്ലവി നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പുതിയൊരു ഗാനമായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.